മംഗളാദേവി യാത്രയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കാലാവസ്ഥയാണ് കേട്ടോ മിക്കവാറും കിട്ടുന്നത്. ഒന്ന് നല്ല വരണ്ട കാലാവസ്ഥ, മറ്റൊന്ന് ഇതേപോലെ നല്ല പച്ചപ്പുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാലാവസ്ഥയിൽ ഞാൻ പോയപ്പോഴുള്ളത് ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ നല്ല പച്ചപ്പുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നത് എല്ലാം കഴിഞ്ഞ തവണ പോയതാണ്. അതേപോലെ തന്നെ വരണ്ട കാലാവസ്ഥ കാണുന്ന ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ അതിന് മുൻപത്തെ തവണ പോയതാണ് കേട്ടോ. അപ്പോൾ ആ രണ്ടുകൾ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും നല്ല ഒരു കാഴ്ചകളുടെ അതായത് നല്ല ഒരു വ്യൂ കിട്ടുന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. കാരണം ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട്, കമ്പം, തേനി ആ ഭാഗങ്ങൾ മൊത്തം കാണാം. അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ മംഗളാദേവിയിലേക്ക് കയറി പോകുന്ന ആ നാരോ വഴിയും എല്ലാം അവിടെ കാണാം. ഈ സൈഡിൽ നിന്ന് ആണ് നമ്മൾ കയറി വന്ന ഭാഗം. അപ്പുറത്തെ സൈഡിൽ നിന്ന് മുല്ലപ്പെരിയാർ ഒക്കെ കാണാം. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ കയറി വരുന്ന ഭാഗം. അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും നല്ല ഒരു 360 വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നാലാണ്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ ലൈക്കുകളും കമൻറ്റുകളും ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകളും കമൻറ്റുകളും ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയറും ചെയ്തേക്കണേ. സംഘകാലഘട്ടത്തിലെ മംഗളാദേവി എന്ന് പറയുന്ന കുമളിയിൽ ഉള്ള ഈ ഒരു ക്ഷേത്രത്തിൽ ഏകദേശം മെയ് മാസത്തോടു കൂടിയൊക്കെ ആയിട്ടാണ് ഈ ഒരു ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രെക്കിങ് അനുവദിക്കുന്നത്. അത് ഭക്തി മൂലം പോകുന്നവരും ഉണ്ട്, അല്ലാതെ കാട് കാണാൻ വേണ്ടി പോകുന്നവരും ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മെയ് മാസത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ മിക്കവാറും സമയത്തൊക്കെ പോകുമ്പോൾ വരണ്ട ഒരു കാലാവസ്ഥയൊക്കെ ആയിരിക്കും. പക്ഷേ എങ്ങാനും അതിന് കുറച്ച് മുമ്പായിട്ട് മഴ പെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള നല്ല പച്ചപ്പും ഒക്കെ കാണാൻ പറ്റും. ഇപ്പം ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇത് അതിന് മുൻപത്തെ തവണ വരണ്ട കാലാവസ്ഥയിൽ പോയ ഒരു ഭാഗത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മിങ്കിൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഭാഗങ്ങൾ നമ്മൾ ആദ്യം കണ്ട ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആദ്യം കണ്ടതിൽ നല്ല പച്ചപ്പ് കണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഈ തവണത്തേൽ കണ്ടോ, ഇവിടെ നല്ല പൊടി പറന്ന് കിടക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സമയത്തും പോകുമ്പോൾ നല്ല ഒരു വേനലാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് പൊടിയും പറത്തിക്കൊണ്ടായിരിക്കും ജീപ്പുകളൊക്കെ പോകുന്നത്. പക്ഷേ മഴ ചെറുതായിട്ട് കിട്ടിയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത്ര അധികം പൊടി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മംഗളാദേവി കാഴ്ചയിൽ നമുക്ക് കിട്ടുന്ന വെറൈറ്റി എന്ന് പറയുന്നത്. വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ സമയത്തൊക്കെ വേനൽക്കാലത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളാകെ ശരിക്കും പറയുമ്പോൾ അവശതയായി പോകും. കാരണം വെള്ളം കാര്യം അവരെല്ലാ സ്ഥലത്തും വച്ചിട്ടുണ്ട്, ഇടവിട്ടൊക്കെ വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഭക്ഷണം അവിടെ നിന്ന് അവർ നൽകുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും, നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ ഒരു യാത്രയിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഗുണം ചെയ്യട്ടോ, നല്ലൊരു എനർജി കിട്ടും. കാരണം 7 കിലോമീറ്റർ അങ്ങോട്ട് നമുക്ക് നടക്കാനുണ്ട് നടന്നു പോകുന്നവർക്ക്. ഇതിപ്പോൾ ജീപ്പ് ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് ജീപ്പ് സഫാരിയും അതേപോലെ ഉണ്ട്. അതിന് വലിയ ചാർജൊന്നുമില്ല, ചെറിയ ചാർജേ ഉള്ളൂ. അപ്പോൾ 7-8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് കയറി പോകുമ്പോൾ ഏകദേശം ഒരു 3000-3500 റേഞ്ചിൽ ജീപ്പ് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് ഒരാളിൽ നിന്ന് എടുക്കുമ്പോൾ വളരെ തുച്ഛമായ കാശ് ഓരോരുത്തർക്കായിട്ട് വരുന്നുള്ളൂ. പക്ഷെ നടന്നു പോവുക എന്നുള്ളത് തന്നെയാണല്ലോ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 തവണ പോയപ്പോഴും നടന്നു തന്നെയാണ് കേട്ടോ പോയത്. കാരണം ആ ഒരു കാടിനെ അറിഞ്ഞ്, കാടിൻ്റെ ഭംഗി അറിഞ്ഞ്, ആ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം അറിഞ്ഞ് എന്ന് പറയുന്നത് പോലെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോയത്. ഇത് പോയ സമയത്ത് ഒരു ചീവീടിന് കിട്ടിയതായിട്ടോ നിങ്ങൾ കണ്ടത്. അപ്പോൾ എൻ്റെ കൂടെ 2 തവണയും പല ആളുകളൊക്കെയാണ് വന്നത്. എൻ്റെ അനിയത്തിയുടെ കുട്ടികളുണ്ടായിരുന്നു, അതേപോലെ തന്നെ എൻ്റെ കൂടെ അക്ഷയ് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. അങ്ങനെ അക്ഷയ് 2 തവണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ.
മംഗളാദേവി യാത്രയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കാട് കണ്ടു പോകുന്നത് പോലെ തന്നെ ഏറ്റവും വലിയൊരു ആകർഷണമാണ് കേട്ടോ ഈ ജീപ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 1000-ഓളം വരുന്ന ജീപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തിരിച്ചു വരിക പോവുക അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊടി എന്നൊക്കെ പറയുന്നത് നമുക്ക് അരോചകം ഉണ്ടാക്കുന്ന സംഗതിയാണ്. എങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ പൊടി പറത്തിക്കൊണ്ട് ജീപ്പുകൾ പോകുന്നത് ഒരു എന്താ പറയുക ഷോട്ടിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ജീപ്പുകളുടെ ഈ ഒരു നിരനിരയായിട്ട് പോകുന്നത് അവിടുത്തെ ഒരു പ്രത്യേക ഒരു ആകർഷണം തോന്നുന്ന സംഗതി തന്നെയാണ്. നമ്മൾ ഈ യാത്രയിൽ ഈ ഒരു ഭാഗം കണ്ടോ, അവിടെ ഒരു ഷെഡ് പോലെയുള്ളൊരു ഭാഗം കണ്ടില്ലേ? ഇവിടെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെയാണ് മംഗള എന്ന് പറയുന്ന കടുവയെ സംരക്ഷിച്ചു പോരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് അവിടുത്തെ ഗാർഡുകൾക്ക് കിട്ടിയ ഒരു ചെറിയ കടുവക്കുഞ്ഞ്, അതിന് ചെറിയ ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാരണം അതിനെ അമ്മ ഉപേക്ഷിച്ച ഒരു കടുവക്കുഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ ശാരീരികമായ ചില പ്രശ്നങ്ങളൊക്കെ കാരണം അതിനെ കൊണ്ടുവന്ന് അവർ ഇവിടെ സംരക്ഷിച്ചു പോരുന്നതാണ്. പക്ഷെ പിന്നീട് അതിനെ കാടിലേക്ക് വിടാനായിട്ട് പറ്റിയില്ല. കാരണം അതിൻ്റെ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ കാരണം വിടാൻ പറ്റിയില്ല. ഇന്നും ആ കടുവ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ അവിടെ കിടന്ന് അതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം. പ്രത്യേകമായിട്ട് 2 പേര് ആണ് ഇതിനെ സംരക്ഷിച്ചു പോന്നിരുന്നത് അവിടെ. മംഗള എന്ന ആ പേര് തന്നെയാണ് ആ കടുവയ്ക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ. കാട്ടുജീവിയുടെ മറ്റല്ല അവര് പറഞ്ഞിട്ടുണ്ടല്ലോ വെങ്കായം മംഗളാദേവി യാത്രയുടെ ആ ഒരു വേനൽക്കാല യാത്രയും അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പുള്ള ആ ഒരു മഴക്കാല യാത്രയുമായിട്ട് ഞാൻ 2 വീഡിയോയും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടാൽ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഏകദേശം ഒരു ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു 5 കിലോമീറ്റർ താഴെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ. കാരണം ഇനിയും പോകാൻ കിടക്കുകയാണ്. ഇനിയാണ് ഈ ഭാഗങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നിരപ്പായ ഒരു പ്രദേശമാണ്. എന്നിരുന്നാൽ തന്നെയും ഇനി അങ്ങോട്ടേക്കുള്ളതെന്ന് പറയുന്നത് നല്ല കയറ്റമുള്ള ഭാഗമാണ്. അത് മാത്രമല്ല ഇവിടെയൊക്കെ നല്ല തണലും എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ വേനൽക്കാലത്ത് പോയാലും ഇവിടെ ഒന്നും പോകാനായിട്ട് വലിയ പ്രശ്നം വരില്ല. പക്ഷെ നമ്മൾ ഇനി കുറച്ചവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മൊട്ടക്കുന്നുകളുടേതായ ഒരു ഭാഗവും നല്ല കയറ്റവും വരുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും അവശതയായി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മൊട്ടക്കുന്നുകളുടേതായ ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നതാണ് മംഗളാദേവി ക്ഷേത്ര ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് വെച്ചിട്ട് എനിക്ക് നേരത്തെ ഒരു
കാട്ടുപോത്തിനെ നമ്മൾ സൈറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ തവണ പോയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ എപ്പോഴും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൃഗങ്ങളെ കാണണം എന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഒന്നാമത് ഇവിടെ ആളുകളുടെ പ്രസൻസ് വരുമ്പോൾ തന്നെ ഫോറസ്റ്റ് ഏതെങ്കിലും മൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയെല്ലാം നീക്കിയിട്ടാണ് ആളുകൾ കടത്തി വിടുന്നത്. രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മുടെ ആളുകളുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ബഹളവും എല്ലാം കാരണം മൃഗങ്ങളൊന്നും സ്വാഭാവികമായും ഈ ഭാഗത്തേക്ക് അധികം വരാൻ സാധ്യതയില്ല. പിന്നെ നമുക്കറിയാവുന്നത് പോലെ തന്നെ അരിക്കൊമ്പനെ കൊണ്ടുവന്ന് വിട്ടതും ഈ ഒരു ഭാഗത്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം അരിക്കൊമ്പൻ ഈ ഭാഗത്തൊന്നുമില്ല, എന്നാലും അരിക്കൊമ്പനെ അന്ന് കൊണ്ടുവന്ന് വിട്ട ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഈ ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കടുവയുടെയും ഒക്കെ എല്ലാ തരം മൃഗങ്ങളുടെയും നല്ല പ്രസൻസ് ഉള്ള സ്ഥലമാണ് ഈ മംഗളാദേവി ക്ഷേത്ര പരിസരവും അതിൻ്റെ താഴ്ഭാഗങ്ങളും എല്ലാം തന്നെ. ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പുൽമേടുകളായതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് നല്ല രീതിയിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് കണ്ടോ, ഇത് വരണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഇത് നോക്ക്, ആ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം കണ്ടോ. ഇവിടെ ഒന്നും ഒരു പുല്ല് പോലും ഈ സമയത്തില്ല. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി ഇവിടേക്ക് ഒന്ന് കത്തിച്ച് ഒന്ന് ഇതായി ചെയ്യാറുണ്ട്. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലാണ് നല്ല നല്ല പുല്ലുകൾ ഉണ്ടാവുകയും മൃഗങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് മുളച്ചു വന്ന് നല്ല രീതിയിൽ അവയ്ക്ക് കഴിക്കാനുള്ള സൗകര്യം കിട്ടുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പുല്ലൊക്കെ വളർന്ന് ഇതുപോലെ നിന്നാലും ചിലപ്പോൾ ഇവ കഴിക്കില്ല എന്നങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം സംഘ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇവിടെ നിലവിൽ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മധുരയിൽ വസിച്ചിരുന്ന കണ്ണകി എന്ന് പറയുന്ന കണ്ണകിയും കോവലനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെയും കൂടി ഒരു പ്രതീകം കൂടിയാണ് മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാലഘട്ടത്തിൽ MGR ഒക്കെ ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഹെലിപ്പാഡൊക്കെ നിർമ്മിക്കാനായിട്ട് തമിഴ്നാട് സർക്കാരൊക്കെ തീരുമാനിച്ചിരുന്നു. ഇന്ന് ഇത് രണ്ടും ഒരു തർക്കപ്രദേശമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹെലിപ്പാഡ് അന്ന് നിർമ്മിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൊത്തം തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി കേരളവും തമിഴ്നാടും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ പിന്നെയാണ് ഇതിങ്ങനെ മൊത്തം ക്ലോസ് ചെയ്തൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും സംയുക്തമായിട്ട് ആളുകളെ ചിത്ര പൂർണിമ ദിനത്തിൽ ഇവിടെ ആളുകളെ കടത്തിവിടുന്നത്, ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം. അപ്പോൾ അന്ന് MGRൻ്റെ കാലഘട്ടത്തിൽ നല്ല കരുണാനിധിയുടെ കാലഘട്ടത്തിലായാലും ഇവിടെയൊക്കെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ തർക്കപ്രദേശമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് മാത്രം പിന്നീട് ഒരു കാര്യങ്ങളും അവിടെ നടന്നില്ല കേട്ടോ. മംഗളാദേവിയിൽ പ്രധാനമായും ശിവപ്രതിഷ്ഠയാണ് എന്നിരുന്നാൽ തന്നെയും ഇത് ശരിക്കും ഒരു കണ്ണകി ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. കണ്ണകിയുടേത് ഉപപ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ണകി എന്ന് പറയുന്നത് മധുര പ്രദേശത്ത് ആ സംഘകാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന കണ്ണകി കോവലനുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുകയും പിന്നീട് കോവലൻ മറ്റൊരു സ്ത്രീയുമായിട്ട് പ്രണയബന്ധത്തിലാവുകയും അങ്ങനെ കോവലൻ്റെ സ്വത്തുക്കളും എല്ലാം ആ സ്ത്രീ തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ പിന്നീട് കോവലനെ ആ സ്ത്രീ ഉപേക്ഷിക്കുകയും അവിടെ നിന്ന് കോവലൻ തിരിച്ച് ഈ കണ്ണകിയുടെ അടുത്തേക്ക് എത്തുകയും കണ്ണകി സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് കണ്ണകി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഒരു ചിലങ്ക കോവലന് ഭാവിയിലേക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നു. ഇത് വിൽക്കുമ്പോൾ അന്ന് അവിടെ ഭരിച്ചിരുന്ന രാജ്ഞിയുടെ ചിലങ്കയുമായിട്ട് സാമ്യമുള്ള ചിലങ്കയായതുകൊണ്ട് ഭടന്മാരെ എത്തുകയും കോവലനെ പിടിച്ചുകൊണ്ടു പോവുകയും രാജാവ് ഇത് കട്ടെടുത്തതാണ് എന്ന് വിധി പ്രഖ്യാപിക്കുകയും അങ്ങനെ കോവലനെ വധിക്കുകയും ചെയ്യുന്നു. ഇതിൽ കലി പൂണ്ട കണ്ണകി രാജസന്നിധിയിലെത്തി തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാൽ തന്നെയും അതിൽ നിന്ന് കലി പൂണ്ട കണ്ണകി
പിന്നീട് മധുര നഗരം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി എന്നൊക്കെയാണ് ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ കഥയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് കണ്ണകി എത്തിച്ചേർന്ന പ്രദേശമാണ് ഈ ഒരു മംഗളാദേവി ഭാഗം എന്നും അവിടെ കണ്ണകിക്ക് വേണ്ടിയിട്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംഘകാലഘട്ടത്തിൽ തന്നെ ഒരു ക്ഷേത്രം പണിതു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് ഭദ്രകാളി പ്രഭാവം അല്ലെങ്കിൽ ഭദ്രകാളി സാന്നിധ്യം നമ്മളുടെ കണ്ണകിയിലേക്ക് ആവാഹിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ മൂലക്ഷേത്രമായിട്ട് കൊടുങ്ങല്ലൂരും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രത്ന ചുരുക്കമായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മൾ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ക്ഷേത്രം ഏത് കാലഘട്ടത്തിലേക്ക് എടുത്തു നോക്കിയാലും അത്ര തലയെടുപ്പുള്ള അത്ര വലിയ ഒരു ക്ഷേത്രമായിരുന്നു എന്ന് നമുക്ക് കണ്ടാലറിയാം. ആ സംഘകാലഘട്ടത്തിൻ്റെ ആ ഒരു കൊത്തുപണികളും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശില്പചാരുതയും എല്ലാം അടങ്ങിയ ഒരു ക്ഷേത്രം തന്നെയാണിത്. അത്രയ്ക്ക് വലിയ വലിയ ശിലകൾ നല്ല നല്ല കൊത്തുപണികളിൽ ഒക്കെ ചെയ്തു വച്ചിരിക്കുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ശിലാ രൂപങ്ങളുമൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് ഈ മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത് കാലക്രമേണ ഏതെങ്കിലും മൃഗങ്ങളുടെയും ഒക്കെ പ്രത്യേകിച്ച് ആന പോലെയുള്ള മൃഗങ്ങളുടെയും ഒക്കെ ആക്രമണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും അതല്ല എന്നുണ്ടെങ്കിൽ വൈദേശിക ശക്തികൾ നമ്മളിവിടെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായിട്ടും ഒക്കെ പിന്നീട് തകർന്നു പോയതാകാം എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏതോ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മുടെ മധുര നഗരത്തിലേക്ക് ഇന്നും ഒരു തുരങ്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഇപ്പോൾ അത് മണ്ണൊക്കെ മൂടി കിടക്കുകയാണ്. എന്നാലും മധുര നഗരം വരെ നീളുന്ന ഒരു വലിയ തുരങ്കപാത ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സംഘകാലഘട്ടത്തിൽ പണ്ട് രാജാക്കന്മാർ അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്വത്തുവകകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ അവർ ചെയ്തതാകാം എന്നുമാണ് പറയപ്പെടുന്നത് കേട്ടോ. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് നമുക്ക് രണ്ട് ഭാഗത്തു നിന്ന് കടന്നു വരാം. ഒന്ന് തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് കടന്നു വരാം. അത് കുറച്ച് ദുർഘടമായ പാതകളാണ്, ഭയങ്കര കയറ്റവും ഒക്കെ ആയിട്ടുള്ള ദുർഘടമായ പാതയിലൂടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി എളുപ്പത്തിൽ വരാൻ പറ്റുന്നതും ഇതുപോലെ ജീപ്പ് കടന്നു വരുന്നതും കുമളിയിൽ നിന്ന് നമ്മൾ വരുമ്പോഴാണ്. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു 1000-ഓളം ജീപ്പുകളാണ് ഈ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട്, ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് കരാർ ചെയ്ത് അവിടെ ഓടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ അല്ലെങ്കിൽ കാടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ വരികയും അപ്പോൾ ഭക്തജനങ്ങൾ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും എല്ലാം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ താഴേക്ക് നോക്കിയാൽ കമ്പം തേരി ഭാഗങ്ങളെല്ലാം കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞൊരു 360 വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയുന്നു മാത്രം. അപ്പോൾ മംഗളാദേവി യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ അതേ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, കഴിഞ്ഞ തവണത്തേക്കായൊക്കെ അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ തവണ നല്ല അടിപൊളി സീനറികളായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ തിരക്കും ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.